ആ കൊച്ചു തമ്പി, നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് പടിഞ്ഞാറൻ കാറ്റ് കൊള്ളണ്ട. അവള് പാലത്തറയിലേക്കാ വരാൻ പോണത്. നീ വീട്ടിലേക്ക് പോടാ. പോടാ പാലുണ്ണി, അവള് മാടശ്ശേരിയിലേക്കാ വരാൻ പോണത്. അവളെ നോക്കിയാ നിക്കണെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ. പാലുണ്ണി വളിച്ചാ മോരുണ്ണി കേട്ടിട്ടുണ്ടോ? ചിരിക്കട്ടെ. മതി. എടാ കൊച്ചു തമ്പി, എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയ. നിന്റെ ബാലിൽ ഞാൻ നൂല് ചുറ്റി കല്ലെടുപ്പിക്കൂടാ. അതാണ് എന്റെ നാട്. ആ നിൽക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ, പാലത്തറ. മറ്റേത് അച്ഛന്റെ വീട്ടുകാരും, മാടശ്ശേരി. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹായ്, അപ്പൊ നല്ല പുകിലാണല്ലോ. വരുന്നുണ്ട് ചേട്ടാ. പതുക്കെ വന്നാ മതി. ആദ്യം ഞാൻ ഇറങ്ങും. യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? മാടശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതവക്ക് ഓർമ്മ ഉണ്ടാവില്ലടാ മോളെ. പാലത്തറയിലേക്കുള്ള വഴി നീ പറഞ്ഞിട്ടില്ലല്ലോ, അത് മതി. മറന്നു, ആ വഴി ഞാൻ മറന്നു. പിന്നെ നീ എങ്ങോട്ടാടി വന്നത്? മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അങ്ങോട്ടേക്ക്. ഞങ്ങളത് സമ്മതിക്കില്ല. പാലത്തറയില് നിന്നെ എല്ലാരും കാത്തിരിക്കുക. വാ മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. പോടാ എറാം മൂളി. അങ്ങനെ അവള് വരികയാണെങ്കിൽ മാടശ്ശേരിയിലേക്കായിരിക്കും വരിക. ഇത് പഠിച്ചു പറ്റി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് തിന്നാം. ആപ്പിളൊന്നും കിട്ടിയില്ലേ? ഉണ്ട്, ഇതിനകത്തോട്ടുണ്ട്. നിങ്ങൾ രണ്ട് തടിമിടുക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? ദാ അത് കണ്ടില്ലേ, എന്ത്? ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലെ അവളെ സമ്മതിക്കുന്നില്ല. ആരാവര്? അവരേതോ നാടകക്കാരാന്നാ തോന്നുന്നു. നാടകക്കാർക്ക് അത്ര ധൈര്യോ? കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് തോന്നുന്നു. ശരിയാ, വാളും പരിചയം കണ്ടില്ലേ? ഏത് ട്രൂപ്പ് ഇത്? പാലത്തറാന്ന് മാടശ്ശേരി നോക്കിയാ പറയുന്നത്. അപ്പൊ ഏതോ മാട്ട ട്രൂപ്പാ. എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിക്കാം. ആരാടാ ഈ പാലത്തറ? ആരാടാ ഈ മാടശ്ശേരി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ചത്? അവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഗീതു, മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. നടന്നോ? പോയിക്കോളൂ, പോയിക്കോളൂ. എല്ലാരും നടന്നോ? എന്റെ ദൈവമേ, കുഴപ്പമായി എന്നാ തോന്നുന്നേ. പറഞ്ഞ പോലെ കൂട്ടുകാരികളെല്ലാവരും വന്നിട്ടുണ്ട്. അടിച്ച് നിന്റെ ചെവിക്കുറ്റികളെ ഞാൻ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ പിരികേറ്റാതെ അവന്മാര് ചാടില്ലെന്ന് എനിക്കറിയാം. അനിതേ, നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്. ഛേ, ഇതൊക്കെ ഒരു തമാശയല്ലേ എന്റെ ഗീതു? തമാശ? നിനക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. എടി, അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത്? അല്ല, ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങ്. ഇറങ്ങല്ലേ? കൂടുതൽ എന്താ പാമ്പാ? തബല. തവളയാ? തവളയല്ല, തബല. ഇതൊന്ന് പിടിച്ചേ. അതൊക്കെ അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ, വാ. ആരടാ ഇയാള്? ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിക്ക് ആദ്യം ലേഡീസ് പോട്ടെ. ലേഡീസ് പോട്ടെ, അതിന് ശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്കാ ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണോ ഫുഡ്? ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സൽ സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ.
സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. ആ. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ? ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. ശാപ്പാട്, ശാപ്പാട്, ശാപ്പാട്. നിർത്ത്. 4 നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതീനല്ല, കലാകാരനോ അല്ലെ, പിന്നെ നിങ്ങൾ ആരാ? സമയം പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ. എന്ത് ഫുഡ് അറേഞ്ച് വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ അടിച്ചെന്നിട്ട് ചവിക്കുറ്റിയാൻ കളയും ഞാൻ. മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാല് പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം ഉണ്ടാ? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായി അപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചെക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി, നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നെന്നുള്ളത് നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതോ കല്യാണവും കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രേമാണ് ഇപ്പൊ കുടുംബിനെ കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കിക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ? കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണ എന്തൊക്കെയാ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ. എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചും പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടായിട്ടോ. നീ ഇതെവിടെ പോയിരിക്കുന്നു? നോക്കി, ആ ഗാനഭൂഷണങ്ങൾ കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെ ഒന്നല്ല, നല്ല ശ്രുതിയാ. മണ്ണും കട്ട. അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ? എന്ന് വെച്ചാ എന്തുവാടി? ഹസ്ബൻഡ്. ആരോടും പറയരുത് നീ പ്രേമത്തിൽ ജീവരഹസ്യം. ആരോടും പറയരുത് നീ പ്രേമത്തിൽ ജീവരഹസ്യം. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ നിന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പരൊന്നും ഇവിടെ വേണ്ട. ഇടയ്ക്ക് എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ കോടീശ്വരനാ. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല, നിർത്താൻ എനിക്കറിയാം. എത്ര നേരം വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? ഈ ഏരി മുഴുവൻ നല്ല മൂർക്കം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടിത്തൂറി. എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വാ പോവാ. ആശാനെ വന്നുണ്ട്. അയ്യോ പാമ്പോ? പാമ്പല്ല ആശാന, അവന്മാരില്ലേ വന്നത്. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയി ആശാനെ. എത്തട്ടടാ, എത്തട്ടെ. ഇടിവെട്ടേറ്റ് തെങ്ങുണ്ട് നിന്റെ തല പോലെ. എന്റെ ഞാൻ പറഞ്ഞൊക്കെ തെറ്റാ. എന്ത്? അതല്ലടാ. പിന്നെ അത് അതൊന്നുമല്ലേ. കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാടകത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ആദ്യം ഞങ്ങളുടെ പരിപാടി. ഞാനേ ആശാനെ.
തൈര് കലക്കണ സാധനം ഇതാണ് അത്. ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ആരുടെ? അയ്യോ, പ്രാന്തന്മാര്! അയ്യോ, ചുവന്നുടുപ്പിട്ട പ്രാന്തന്മാരെ വാങ്ങാൻ അയച്ചു വിട്ടേക്കാതെ വാളും കടയൊക്കെ കൊടുത്ത് ഓടിക്കോ. ആരാണ് ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താരക്കെട്ട് ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കുക അവകാശം ഞങ്ങൾക്കാ. കരാട്ടിയിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. ഇല്ലേ? എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ അവനെയല്ല എന്നെ. അവനെ പിടിക്കാ. നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കാം? അവിടെ പോയി അടിക്കണോ? ഒരു നിരപരാധിയെ വേട്ടയാടുന്നു. നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? കേട്ടാ എന്നാലേ കെട്ടിച്ച് തരാവടാ. വർഗീച്ചേട്ടോ, എന്താ വർഗീച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടിവാ ഓടിവാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവരെ വിട്, അവരെ വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര്, കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങളെ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്, കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായ തോന്നു പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ എഴുതാനാണ് നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തരോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ. വാടാ.